കഴിഞ്ഞ പത്രസമ്മേളനത്തില് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.എസ്.യുക്കാരെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സത്യത്തിൽ ഇത്തരം ഒരു അവഹേളനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു അവഹേളനമാണ് ഉണ്ടായത്. പിന്നെ കെ.എസ്.യുക്കാർക്ക് വലിയ സങ്കടം ഉണ്ടാവും. കാരണം ഇതിലും ഭേദം പിണറായി വിജയൻ ഭരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം പുള്ളി പോലും ഇതുപോലെ അവരെ അവഹേളിച്ചിട്ടില്ല. പുള്ളി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അവഹേളനം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ വീണ്ടും ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് എങ്ങനെ കള്ളം പറയണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളം തന്നെയാണ് പറഞ്ഞു, വേണമെങ്കിൽ അസത്യം ഒന്നും ആക്കാൻ, അസത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റേ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പോഷക സംഘടനയുണ്ട് അഭിഭാഷകരുടെ, അവരുടെ മറ്റേ നിർദ്ദേശപ്രകാരമാണ് ഇവര് ലിസ്റ്റിലേക്ക് എടുത്തതെന്ന് പറയുന്നത്. അല്ല, ഒരാൾ ശരിയാണ്, മറ്റേ തൃശ്ശൂരിൽ നിന്നുള്ള കെ.ടി. രമേശ് എന്തോ പറഞ്ഞ പുള്ളി ലിസ്റ്റിലുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ ആ ലിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ലോയേഴ്സ് കോൺഗ്രസ് അങ്ങനെ ലിസ്റ്റ് കൊടുത്തവർ അറിഞ്ഞിട്ടില്ലെന്നാണ് അതിന്റെ പ്രസിഡന്റ് പറയുന്നത്. ഇത് രണ്ടോടെ നിൽക്കട്ടെ, നമ്മൾ ടോപ്പിക് അല്ലാത്തതുകൊണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ, പുള്ളി പറയണത് ലോ കോളേജിലെ പിള്ളേരാണോ ഇത് തീരുമാനിക്കണമെന്ന് ചോദിക്കണം. ലോ കോളേജിലെ യൂണിറ്റുകാരെ കുറിച്ച് അത്രക്ക് അങ്ങോട്ട് അവഹേളിക്കരുത്. കാരണം കഴിഞ്ഞ സർക്കാരിനെതിരെ സമരം ചെയ്ത് 10-15 പേര് ജയിലിൽ കിടന്ന് 14 ദിവസം ജയിലിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ പിള്ളേര്. അപ്പൊ പുള്ളി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അവരും കൂടി അവരുടെ ജീവിതത്തിലെ 10-12 ദിവസം വരെ ജയിലിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് പുള്ളി ഒന്ന് ആലോചിക്കുന്നതല്ലാണ്. പിന്നെ ഇത് പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അലോഷ്യസ് സേവർ എന്ന് പറഞ്ഞ കെ.എസ്.യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. പുള്ളി പറഞ്ഞ വാചകം എന്താ, വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. നേരത്തെ സമരം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാര് ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ എടുക്കുന്നില്ല, പുള്ളി കാണാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ കേരളത്തിന്റെ തന്നെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് കെ.പി. ശശികലയെയും ഈ പറയുന്ന ആർ.വി. ബാബുവിനെയും ഒക്കെ തന്നെ കാണും, അതൊക്കെ ഞാൻ മുഖ്യമന്ത്രിയല്ലേ, കാണാതിരിക്കാൻ പറ്റുമെന്നാണ് പുള്ളി ചോദിക്കുന്നത്. പക്ഷെ അത് ആരോടില്ല, കെ.എസ്.യു പ്രസിഡന്റിനോടില്ല, പി.എം. നിയാസിനോടും ഇല്ല. പി.എം. നിയാസ് ചാനലുകൾ തോറും കയറി ഇറങ്ങി കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് പോലും പുള്ളി സമയം കൊടുത്തില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇതിന്റെയൊക്കെ ബേസ് എന്താണെന്ന് വെച്ചാൽ സതീശൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, സതീശന് തീർച്ചയായിട്ടും അറിയാം ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് സതീശന് തോന്നിയിട്ടുണ്ട്. കാരണം അനൂപിനെ പോലെ തൃശ്ശൂരിൽ നിന്നുള്ള ആളുകളൊക്കെ വന്ന് വലിയ അഭിപ്രായം നടത്തുന്നു, അതുപോലെ ജിൻഡോ ജോൺ അഭിപ്രായം നടത്തുന്നു, ഇത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ പുള്ളി വിചാരിക്കുന്നത് ഈ ചെറിയ ചെളി ചെക്കന്മാരെയൊക്കെ കണ്ട് നമുക്ക് സമയം കളയണ്ട, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാൽ എൻ്റെ അടുത്തോട്ട് വരട്ടെ എന്നുള്ളതാണ് പുള്ളി വിചാരിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇത് കെ.സി. വേണുഗോപാലിന്റെയോ ഗ്രൂപ്പിന്റെയോ മാത്രം അഭിപ്രായമല്ല. ഇത് ഈ നാട്ടിലെ സാധാരണക്കാരായ കോൺഗ്രസ് ആളുകൾക്ക് തന്നെ ഇപ്പൊ തന്നെ ഒരു അഭിപ്രായമുണ്ട്. പുള്ളിക്കുണ്ടായ ഇമേജ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് അതുകൊണ്ട് ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇപ്പൊ ഏത് കുഞ്ഞുങ്ങൾ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. പിന്നെ ഇതിലും ഭേദം അവർ വിചാരിക്കുന്നത് ദൈവം പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്തിരുന്നാൽ മതിയായിരുന്നതാണ്. കാരണം പിണറായി വിജയൻ ഇതുവരെ അങ്ങനെ ആരെയും അവഹേളിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ മാധ്യമങ്ങള് പുള്ളി സതീശൻ മേനോൻ ഭജൻസ് ആയതുകൊണ്ട് അവരൊക്കെ ഇതിനു വേണ്ടി ഓശാന പാടുന്നു, അവരിത് കേൾക്കാത്ത പോലെ അഭിനയിക്കുന്നു. എന്നിട്ടും സൈകെട്ട് ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞു തുടങ്ങി. ചില കോൺഗ്രസ് നിരീക്ഷകരായിട്ട് ചർച്ചയ്ക്ക് ഇപ്പൊ എൻ്റെ ഒപ്പം വരുന്ന ശ്രീകുമാർ സാറൊക്കെ പറഞ്ഞു തുടങ്ങി, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. മാധ്യമ പ്രവർത്തകരൊക്കെ ചില അന്ധമായിട്ട് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ മാറിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ സംഭവമൊന്നുമില്ല, ഇത് കടുത്ത അവഹേളനമാണ്. പുള്ളി പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നും അല്ല ഇത്. പുള്ളി കോൺഗ്രസിനെ മൊത്തത്തിൽ അവഹേളിക്കുന്നത്. കാരണം പുള്ളി കോൺഗ്രസ്സുകാരനായി നിന്ന് എപ്പോഴെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പുള്ളി ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി, ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ചുമതല ഏറ്റു എന്നുള്ള നിലയ്ക്ക് പുള്ളി പറഞ്ഞു. അല്ലാതെ പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അഭിപ്രായം പറയണമല്ലോ. പുള്ളി മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, ഒരു കോൺഗ്രസ് നേതാവ് കൂടിയല്ലേ. പുള്ളി അങ്ങനെ ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇതേവരെ പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞില്ല. പുള്ളി മുഴുവൻ ടെക്നിക്കലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ബി.ജെ.പിയുടെ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് പുള്ളിയോട് ചോദിച്ചപ്പോൾ ബി.ജെ.പിക്കാർ തട്ടിക്കുന്നതിനെ കുറിച്ച് പുള്ളിക്ക് ഒരു വാക്ക് പറയാം. പുള്ളി ഒന്നും വേണ്ടിയില്ല, പരാതി കിട്ടിയ നടപടി എടുക്കുമെന്ന്. ഇടൂ, ഞങ്ങൾ പരാതി കിട്ടിയ നടപടി, മുഖ്യമന്ത്രിയാണ് താങ്കൾ ഇപ്പൊ ശരി, പക്ഷെ താങ്കൾ കോൺഗ്രസ്സുകാരൻ കൂടിയല്ലേ. അപ്പൊ അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ചോ ഇവിടുത്തെ തട്ടിപ്പിനെ കുറിച്ചോ ഒക്കെ താങ്കൾക്ക് അഭിപ്രായം പറഞ്ഞ എന്താ കുഴപ്പം? അപ്പൊ അത് പറയുന്നില്ലെന്ന് മാത്രമല്ല, പകരം കൂട്ടത്തിലുള്ളവരെ മാക്സിമം. പിന്നെ ആരൊക്കെ ഇത് അയക്കണം എന്ന് പറഞ്ഞാൽ ഒരു SFI-കാരൻ, ഒരു RSS-കാരൻ, BJP-കാരൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അയക്കണം. അപ്പൊ സതീശനെ സംബന്ധിച്ചോളം പിന്നെ എന്ത് കോൺഗ്രസ് തട്ടിക്കളഞ്ഞു. പുള്ളി കോൺഗ്രസിന്റെ ഏതെങ്കിലും സമിതിയിൽ ഏതെങ്കിലും ചർച്ച നടത്തിയതായിട്ട് അറിയാം? കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതി എടുത്തെങ്ങാനും കൂടിയിട്ടുണ്ട്? പിന്നെ അലോഷ്യസ് അവരൊന്നും ഇതിൽ ദുഃഖിക്കാനില്ല, ജിൻഡോയും ജോണും ദുഃഖിക്കാനില്ല,
ഇപ്പൊ ഇന്ന് ഞാനിപ്പോ ഇങ്ങോട്ട് പറഞ്ഞത് മിനിറ്റുകൾക്ക് മുമ്പ് നമ്മുടെ പുള്ളിയും പറഞ്ഞിട്ടുണ്ടായത് വലിയ പ്രതീക്ഷകൾ മറ്റേ നമ്മുടെ മൂവാറ്റുപുഴ MLA ആയിട്ടുള്ള പുള്ളിയും വന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഞങ്ങള് മറ്റേ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് കുഴൽനാടൻ മന്ത്രിയാകാതെ പോയത്. കാരണം പുള്ളി വട്ടം നിന്ന് മന്ത്രിയാകാൻ പറ്റില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ഇനി തുടങ്ങിയിട്ടേ ഉള്ളു. ഏത് 60 ദിവസം എത്തിയിട്ടേ ഉള്ളു. അപ്പൊ തന്നെ പാർട്ടി ഇല്ലാതായി. കോൺഗ്രസ് പറഞ്ഞ പാർട്ടി ഇല്ലാതായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശനും മുസ്ലിം ലീഗും സംഘപരിവാരും കൂടി ഭരിക്കുന്നൊരു ഭരണമായി മാറി. ആ ഭരണത്തിൽ KSU ഒക്കെ ഒരു അധികപ്പറ്റാണ്. മനസ്സിലായ? മറ്റേ പണ്ടിലെ ഒരു ഇത് പറഞ്ഞ പോലെ ഈ പ്രശ്നം വെക്കാനായിട്ട് മറ്റേ കബഡി നിർത്തുമ്പോൾ ഇവനാണ് ഗുളികൻ, ഇവൻ പ്രശ്നക്കാരനാന്ന് പറഞ്ഞപ്പോ മറ്റേ വീട്ടുകാരനുടനെ തന്നെ വന്നിട്ട് ഇതെടുത്ത് അങ്ങനെ ഒറ്റ എറിവ് കൊടുത്തത്. അപ്പൊ താരത്തിനെറിച്ച് പറഞ്ഞിട്ട് കബഡിയല്ലേ, കബഡിയല്ല അവനല്ലേ ഗുളികൻ, പ്രശ്നക്കാരെ നമ്മൾ ഒരിക്കലും വെച്ചിട്ടിരിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ KSUടെ പുള്ളി തട്ടിക്കളഞ്ഞിപ്പോ തന്നെ. ക്യാരം ബോർഡിൽ നമ്മളിങ്ങനെ റെഡൊക്കെ ഫിനിഷ് ചെയ്യൂലേ, ടിക്കിൻ അതുപോലെ പുള്ളി KPCCയും ഇതൊക്കെ ഫിനിഷ് ചെയ്ത് എവിടെ ചർച്ച നടക്കണം. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കുറച്ച് ഷെഡ്യൂളിൽ ഈ തിരക്കുകൾ കാരണമാണ് കാണാൻ പറ്റാതിരിക്കുന്ന ഈ കേസുകാരെ. കത്തയച്ചപ്പോ കത്തയച്ചിട്ടുണ്ടല്ലോ, കാണാൻ പറ്റാത്ത അതുകൊണ്ടാണെന്നാണ് ഇപ്പൊ വിശദീകരണം. അത് ഗംഭീര വിശദീകരണം. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞ ആളുകൾക്ക് പൂർണ്ണമാവും, അതും കൂടി കേൾക്കണോട്ടാ. ഈ VR അനൂപും മറ്റേ നമ്മുടെ ജിൻഡോ ജോണും അതുപോലെ തന്നെ അലോഷ്യസ് എവറൊക്കെ ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു തിരക്കാരനെ പുള്ളി കാണാൻ പറ്റില്ലല്ലോ. ഇനി വേറൊരു നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള മറുനാട് ഷാജൻ K മുരളീധരനെ കാണാൻ വേണ്ടി ചെന്നാണ്. ആരുടെ ഒപ്പം? മറ്റേ നമ്മുടെ നേഴ്സുമാരുടെ സംഘടന ഉണ്ടല്ലോ, ആ നേഴ്സുമാരുടെ സംഘടനയുടെ ഒപ്പം UNAയുടെ ഒപ്പം മറ്റേ നേഴ്സുമാരുടെ സംഘടന ഒപ്പം K മുരളീധരനെ കാണാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ എത്തിയതാണ്. അപ്പോഴാണ് മുകളിലേക്ക് നോക്കിയപ്പോ മുകളില് ആരുണ്ടെന്ന് അറിയണം, VD സതീശൻ ഉണ്ടെന്ന് അറിയണം. മുകളിലേക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ മറ്റേ ഹോളൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ആരുടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും സതീശൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം തന്നെ മറുനാട് ഷാജനും മറ്റേ നേഴ്സുമാരുടെ സംഘടനയുടെ ഓണർമാരും ഒക്കെ കൂടി അതുപോലെ അവരൊക്കെ കൂടി മുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പുള്ളി സ്വീകരിച്ചിരുത്തി അരമണിക്കൂറായിട്ട് വർത്താനം പറഞ്ഞു. അപ്പൊ പ്രത്യേക സമയമാണ് ഉള്ളത്. ഏത് ഒരു അപ്പോയിന്റ്മെന്റും ഇല്ലാതെ വന്ന ഇവർക്ക് സമയം കൊടുത്ത് ഏത് മറ്റേ പണ്ട് കിഷോർ ആൽവക്ക് കൊടുത്ത പോലെ. കിഷോർ ആൽവ മറ്റേ പുള്ളി എടാ സതീശൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചപ്പോ പുള്ളി ഓടി വന്നപ്പോ ഒരുപാട് സമയം കിട്ടിയില്ല. ആർക്ക്? മറ്റേ മംഗലാപുരത്ത് പോയപ്പോ. കിഷോർ ആൽവാരാന്നറിയാലോ, മറ്റേ അദാനിയുടെ ഗ്രൂപ്പ് ഡയറക്ടറും അതുപോലെ തന്നെ പ്രസിഡന്റും ഒക്കെയാണ്. അപ്പൊ പുള്ളിക്കൊക്കെ സമയമുണ്ട്. അതുപോലെ മറുനാട് ഷാജിന് സമയം കൊടുത്ത്, ഈവൻ ശശികലക്ക് സമയം കൊടുത്ത്, RV ബാബുന്. ശശികലയൊക്കെ എന്താ പറഞ്ഞേക്കണ പുള്ളിനെ കുറിച്ച്? ശശികലയുടെ ഒരു പ്രസംഗം VD സതീശൻ തന്നെ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുള്ള പ്രസംഗം. സതീശന്റെ മുണ്ട് പൊക്ക് നോക്കിയാൽ അകത്തിട്ടേക്കണത് പച്ചയാണെന്നാണ് അവർ പ്രസംഗിച്ചത്. അത് പറഞ്ഞേക്കണ ശശികലയൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, ജായിന്റായി ജാളി അടിച്ചൊരു ഫോട്ടോ എടുത്താണ് ഇങ്ങനെ. മനസ്സിലായി? അപ്പൊ അത് തെറ്റൊന്നുമില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് എന്താണ്, എന്തൊക്കെ ആയിരുന്നു ഇവിടെ ധാർഷ്ട്യം, ധിക്കാരം ആർക്ക്? പിണറായി വിജയൻ. എന്നിട്ട് ഈ ഒരു KSU നേതാവ് ഇപ്പോഴും പിണറായിന് വിട്ടിട്ടില്ല. മുക്കാൽ പിണറായി ആണ് ഞങ്ങൾ അധികാരത്തിലായി. പിണറായി ഇവിടെയാണ് KSUക്കാരെ അധിക്ഷേപിച്ചത്. പിണറായി SFIയുടെ സംഘടനക്കാരെ അധിക്ഷേപിച്ച ഏതെങ്കിലും സമരത്തെ അദ്ദേഹം അവഹേളിച്ചു പറഞ്ഞു? ഇനി നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ശരിയല്ലാത്തതിന് പിണറായിയുടെ നെഞ്ചത്തൊന്നും കയറിയിട്ട് യാതൊരു കാര്യവും ഇല്ല. നിങ്ങളെ കാണാൻ പുള്ളിക്ക് സമയമില്ല. ഈ സമയം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിലും എന്താണെന്നറിയാമോ, നമ്മുടെ താല്പര്യങ്ങളാണ്. നമുക്ക് സിനിമയോട് ഭയങ്കര ഭ്രാന്തമുള്ള ഒരാളാണെന്ന് വെച്ചു, നമ്മൾ എങ്ങനെയാണെങ്കിലും സിനിമ കാണാൻ സമയം കണ്ടെത്തും. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കാൻ നമുക്ക് സമയം കണ്ടെത്തും. മനസ്സിലായി? നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് സമയം വളരെ ലളിതമാണ് കാര്യം. അതുകൊണ്ട് അലോഷ്യസ് എവറക്കാടോ പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യും. PM നിയാസൊക്കെ ആ പോസ്റ്റിന്റെ താഴെ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്ത് മഞ്ഞും മഴയൊക്കെ കൊണ്ടിരിക്കും. അല്ലാതെ പുള്ളി ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല. ഇനി പുള്ളി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ ഇവരോട് പറയേണ്ടത്. പിന്നെ പുള്ളി മുഖ്യമന്ത്രി ആണല്ലോ, ഈ സീറ്റ് എങ്ങനെ പിടിച്ചെടുത്താന്നൊക്കെ വിചാരിച്ചാൽ പുള്ളിയോട് അഡ്ജസ്റ്റ് ചെയ്യണം. പുള്ളി മറ്റേ ഇതിൽ പറഞ്ഞ ഒരു കാര്യമാണ് മാധ്യമപ്രവർത്തകരോട്, അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്ന റിപ്പോർട്ട്, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ റിപ്പോർട്ട് ആദ്യം കൊണ്ടുവന്ന് DGP കൊടുക്കും, DGP പഠിക്കും, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ അത് കൂടിയാലോചിച്ചൊരു തീരുമാനം എടുക്കും. ആ എടുത്തതിന് ശേഷം ഞങ്ങൾ നിങ്ങളോട് പറയും, അത് കേട്ടാ മതി.
ഇത് പക്ഷെ ലാളിത്യമാണ് കേട്ടാ. ഇത് ലാളിത്യം വിനയമൊക്കെയാണ്. മറ്റേ ആര് ധാർഷ്ട്യമല്ല. ഏ ധാർഷ്ട്യമല്ല. ധാർഷ്ട്യമല്ല. കാരണം പിണറായി ആണെങ്കിൽ ധാർഷ്ട്യം എന്ന് പറയും. അപ്പൊ ഏത് ഉള്ളിൽ അടക്കി പിടിച്ചത് ഇത്രയും അടക്കി പിടിച്ചിട്ടാണ് ഇത്രയും പുറത്തേക്ക് വന്നേക്കണം. കേട്ടാ മതി. പിന്നെ പുള്ളി ഇതിനു മുമ്പ് പറഞ്ഞു ഓർക്കണ്ട, 12 തവണ നിങ്ങൾ എന്റെ പുറകെടെന്ന് ചോദിച്ചത് പിണറായി വിജയന്റെ ഒക്കെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ 12 തവണ. പക്ഷെ എനിക്ക് എപ്പോ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് സമയവും സൗകര്യവും ഉള്ളപ്പോഴേ ഞാൻ പ്രതികരിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ട അലോഷ്യസ് സേവർ കുറച്ച് മാറി നിന്ന് പൊട്ടിക്കരഞ്ഞോളൂ. പുള്ളിക്ക് സമയമുള്ളപ്പോൾ പുള്ളി എത്തി. അത് മിക്കവാറും 2028-ലോ 29-ലോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ 2030, 31 വരെ നീണ്ടുപോയേക്കാം. അത് കഴിഞ്ഞ് പുള്ളിയുടെ സ്ഥാനം പോകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് ഓർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനില്ല. 31 കഴിഞ്ഞിട്ട് മിക്കവാറും വി ഡി സതീശൻ അലോഷ്യസ് സേവറിനെ കാണും. കാരണം വീണ്ടും സമരം ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അന്നേരം അലോഷ്യസ് സേവർ KSU പ്രസിഡന്റ് അല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി KPCC ജനറൽ സെക്രട്ടറി എങ്കിലും ആവും. അന്നേരം മിക്കവാറും വി ഡി സതീശനെ കാണാൻ പറ്റും. ഡോണ്ട് വറി.